കുറെ ചെറുപ്പക്കാരെ നമ്മളെ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് പിടിച്ചു. ബോഡി ബിൽഡേഴ്സ് ആണോ? ആണോ? അതാ പിടി. എന്താണ് ഇത് അല്ലേ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും ഇത് ആന മുട്ടയാണ് അല്ലേ? കുറെ കാലത്ത് അധ്വാനമാണല്ലോ. ഈ റോഡൊന്നും അടിക്കുന്നില്ലല്ലോ. ഒറിജിനൽ ഫുഡും പ്രോട്ടീനും അല്ലേ? ഇഷ്ടക്കേരളയാണ്. അയ്യോ എന്താ പേര്? ഒന്ന് വന്നാട്ടെ. സാജിദ് ബാബു ഇവിടെ ഫിറ്റ്നസ് മേക്കർ എന്ന് പറഞ്ഞിട്ട് ജിം നടത്തുന്നു. ഫിറ്റ്നസ് മേക്കർ എന്ന പേരിൽ നടത്തുന്നു അല്ലേ? സിക്സ് പാക്ക് ഒക്കെ ഉണ്ട്. ബോഡി ഒന്ന് കാണിച്ചാൽ എങ്ങനെ ഉണ്ടോ? മസിൽ അല്ലേ? മിസ്റ്റർ കേരളയാണ്. ഏത് വർഷത്തെ? 2005-2006 മിസ്റ്റർ കേരളയായിരുന്നു. നമസ്കാരം. ബോഡി ഒന്ന് കാണിച്ചാലോ? കേട്ടോ, മസിൽ ചാമ്പ്യൻസ് ആണ്. നിലമ്പൂർ ഇങ്ങനെ മസിൽമാൻമാർ ഇങ്ങനെ ധാരാളം ഉണ്ട്. കൊള്ളാം. രാവിലെ വർക്കൗട്ട് ഉണ്ടോ? ഓട്ടോ ജസ്റ്റ് ജോഗ് ചെയ്യാൻ വേണ്ടി വന്നത്. ജസ്റ്റ് ജോഗ് ചെയ്യാൻ വരും. നമ്മുടെ മത്സരമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കേരള ഇത്തവണത്തെ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആണോ താങ്കൾ? തേർഡ് പ്ലേസ് ആണ് അല്ലേ? ഗംഭീരമാണ്. എല്ലാ മസിൽസുകളും ഉണ്ട്. ബൈസെപ്സ്, ട്രൈസെപ്സ് എല്ലാം ഉണ്ട്. നമുക്കൊന്ന് ബോഡി ഒന്ന് കാണിക്കണോ? ഷോൾഡർ മസിൽ. ഓക്കെ, വണ്ടർഫുൾ. അപ്പോൾ നോക്കൂ, ഇതൊക്കെ വലിയ ലഹരിയാണ് ഇത് അല്ലേ? അഡിക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നോക്കൂ, ബോഡി ബിൽഡിംഗ് ലഹരിയായിരിക്കുന്നവർ, കായിക മേഖല ലഹരിയായിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ലഹരി ഇവർക്ക് താല്പര്യമില്ല, ജീവിതമാണ് ലഹരി. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലഹരിയായിട്ട് മാറേണ്ടത് അല്ലേ? അപ്പം ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനൊക്കെ തന്നെയല്ലേ ഉള്ളൂ. വാർത്ത വായിച്ചിരുന്നു, ഒരു ജിം ട്രെയിനറുടെ വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ പ്രോട്ടീനും സ്റ്റീറോയിഡും പിടിച്ചിട്ടുണ്ട്. സാർ അത് ഒരിക്കലും അഫോർഡബിൾ അല്ല. അത് മാത്രമല്ല ഹെൽത്തിന് ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യണം. ഒരു ബോഡി ബിൽഡർ എന്ന നിലയിൽ, ഒരു ട്രെയിനർ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളോട് മിസ്റ്റർ കേരളയാണ്, ആ ഉപദേശം നമുക്ക് സ്വീകരിക്കാം. ശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണക്രമവും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടും, അത് മിനിമം ഒരു 25 to 35 മിനിറ്റ്സിൽ ജോഗിങ് ആണെങ്കിൽ പോലും ഈച്ച് ആൻഡ് എവറി പീപ്പിൾ അത് ഫോളോ ചെയ്യണം തന്നെയാണ് അതിശക്തമായ ഒരു അഡ്വൈസ്. അത് ബോഡി ബിൽഡിങ്ങിലേക്കാവാം, മറ്റുള്ള ഏതാണെങ്കിലും ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടും സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടും ലൈഫിൽ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫിറ്റ്നസ്സിന് വേണ്ടി, സ്വന്തം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മിനിമം തന്നെയെങ്കിലും ഒരു ജോഗിങ്ങിലെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് അത് ചെയ്യണം തന്നെയാണ് ഒരു ബോഡി ബിൽഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക്. പേരെന്താ? സാജിദ് ബാബുവിൻ്റെ ഉപദേശം എല്ലാവരും കേട്ടല്ലോ. അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യും വേണം. നമസ്കാരം ചേട്ടാ. ഫിറ്റ്നസ് മേക്കർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ്. ബൈസെപ്സ് ഒന്ന് കാണിച്ചാലോ? വളരെ പെട്ടെന്ന്. ഇതാണ് കേട്ടോ. നോക്കൂ, ഒരു രാവിലെ ജോഗ് ചെയ്യുന്നത്, അതാണ് സ്പിരിറ്റ് അല്ലേ? കുറേ നാളത്തെ കഠിനാധ്വാനമാണ്. തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ? ആണ്. ഇതാണ് മസിൽസ് എന്ന് പറഞ്ഞാൽ നോക്കൂ. പെർഫെക്റ്റ്. ഇതവിടുത്തെ മിസ്റ്റർ മലപ്പുറമാണോ? മിസ്റ്റർ മലപ്പുറം തേർഡ്. നിലമ്പൂർ ഫിറ്റ്നസ് മേക്കർ ജിമ്മിലെ കോച്ചാണ്, ഹെഡ് കോച്ചാണ്. രണ്ടാളും അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഉഷാറായി കേട്ടോ. അപ്പം കാര്യം അപ്പോൾ നമ്മളുടെ യാത്ര തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമസ്കാരം. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, ഇതേപോലെയൊക്കെ ഒന്ന് വേണ്ടേ? നമ്മളൊന്നും ഇതേപോലെ ആവില്ല, നമ്മളൊക്കെ പ്രായമൊക്കെ ചുമ്മാതല്ലേ? ഇയാളെ കണ്ടു 65-66 വയസ്സുള്ള ഒരാള്. അപ്പോൾ അതിനുശേഷമാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. 2 വർഷം കൊണ്ട് ഇതിന്റെ പകുതിയായി. അല്ല, അതായിട്ടുണ്ട്. അതിന് നമ്മളുടെ എന്താ മെഡിസിൻ അതുണ്ട്. ഞാനും ബസ്സിലായിരുന്നു, പ്രൈവറ്റ് ബസ്സിലായിരുന്നു. സുഖമായിട്ട് പോകുന്നില്ലേ? ഇലക്ഷനൊക്കെ വന്നാൽ ആർക്കാ സാധ്യത? ഷൗക്കത്തൊക്കെയാണ്. ഷൗക്കത്തിന് ഓക്കെ, താങ്ക് യു. അപ്പോൾ കണ്ടത് സന്തോഷം. അപ്പോൾ നമസ്കാരം ചേട്ടാ. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തുടരാം. താങ്ക് യു ഓൾ. താങ്ക് യു. അപ്പോൾ നമ്മൾ നിലമ്പൂരിലെ രാജപാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം തിരികെ വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി കോഫി വിത്ത് അരുൺ, നിലമ്പൂരിൽ നിന്നും തത്സമയം.